കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണം ജൂൺ 23-ന് തൃക്കരിപ്പൂരിൽ നടക്കും. പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. This news sponsored by Yenappoya Speciality Hospital, Kodiyalbayal, Mangalore. കൂലേരി GLP സ്കൂളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ മനസ്സിൽ അതോടൊപ്പം തന്നെ അവരുടെ ഓർമ്മകളിലേക്കൊന്നും ആ ദിനത്തെ ഓർക്കുന്ന രീതിയിലേക്ക് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ദിനം ഏറ്റവും മികച്ച നിലയിൽ കേരളത്തിൽ കൊണ്ടാടുന്നത്. നമുക്കറിയാം, ഒളിമ്പിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരാൾക്കും അത് എന്താണെന്ന് അറിയാതിരിക്കില്ല. കാരണം 5 വളയങ്ങളുടെ ചിത്രം നമ്മൾ ആദ്യം ഒളിമ്പിക്സിലേക്ക് ഓർമ്മ വരിക അങ്ങനെയാണ്. കാരണം 5 വളയങ്ങൾ 5 ഭൂഖണ്ഡങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അത് അടയാളപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സ് എന്ന് കേൾക്കുമ്പോൾ ആ 5 വലയം നമുക്ക് എപ്പോഴും ഓർമ്മയിലാണ്. അതുകൊണ്ട് തന്നെയാണ് അതുപോലത്തെ ഒരു വലയമാണ് നമ്മുടെ തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. കാരണം കാസർഗോഡ് ജില്ലയിലെ ഏതെങ്കിലും ഒരു കായിക മേഖലയിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘാടകർ ആദ്യം ആലോചിക്കുമ്പോൾ ജില്ലയുടെ അങ്ങേയറ്റത്തു നിന്ന് ജില്ലയുടെ ആസ്ഥാനത്തു നിന്ന് പരിശോധിക്കുമ്പോൾ ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കുക അതല്ലെങ്കിൽ ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കുക തൃക്കരിപ്പൂരിൻ്റെ പേരാണ്. ചടങ്ങിൽ ഡോക്ടർ MK രാജശേഖരൻ അധ്യക്ഷനായി. ജനപ്രതിനിധികൾ, കായിക താരങ്ങൾ, കായിക അസോസിയേഷനുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വർക്കിംഗ് ചെയർമാനും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജനറൽ കൺവീനറുമായുള്ള സംഘാടക സമിതി ഒളിമ്പിക് ദിനാചരണത്തിന് നേതൃത്വം നൽകും. ജൂൺ 23-ന് വൈകുന്നേരം 4 മണിക്ക് തങ്കയമുക്കിൽ നിന്നും ഒളിമ്പിക് റൺ ആരംഭിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ സമാപിക്കും. വിദ്യാർത്ഥികളും സംസ്ഥാന, ദേശീയ, അന്തർദേശീയ കായിക താരങ്ങളും ജനപ്രതിനിധികളും കലാസാംസ്കാരിക പ്രവർത്തകരും ഒളിമ്പിക് റണ്ണിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.